നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11 മാത്സിലെ some important questions ആണ്. അതായത് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ എക്സാമിന് മെയിൻ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ചാപ്റ്ററിലാണ്. One card is drawn at random from a pack of 52 playing cards. അതായത് 52 കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് റാൻഡം ആയിട്ട് പിക്ക് ചെയ്യണം. Find the probability. അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കും. ഓരോ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക്. നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി. ഈ 52 കാർഡിൽ ഒരു കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? നമുക്കറിയാം ടോട്ടൽ കാർഡ്സ് 52 ഉണ്ട്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്? 52 ആണ്. ടോട്ടൽ കാർഡ്സ് 52. Then എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും ഒരു 52 പാക്കില്? നമുക്കത് പകുതി ജസ്റ്റ് മിഡിൽ. ഇപ്പൊ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും, 26 റെഡ് ഉണ്ടാവും. ബ്ലാക്ക് കാർഡ്സ് എത്രയുണ്ട്? 26 ഉണ്ട്. 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? ഇവന്റ് എന്താണ്? ഇതിൽ ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് ബ്ലാക്ക് ഡ്രോൺ ഗെറ്റിംഗ് കാർഡ് ബ്ലാക്ക് കാർഡ്. ഒരു ബ്ലാക്ക് കാർഡ് കിട്ടണം. അതാണ് ഇവന്റ്. നമുക്ക് ഇതിൽ എന്താണ് ഇതിലെ പോസിബിൾ ഔട്ട്കം? ഏതാണ് ഔട്ട്കം? ഫേവറബിൾ ഔട്ട്കം എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇത് ഏതാണ് കണ്ടുപിടിക്കും? ബ്ലാക്ക് കാർഡ്സിനില്ല. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഏതാണ് ഇതിൽ? 26 ആണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇതിൽ 26 ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ബ്ലാക്ക് കാർഡ് ആണ്. അപ്പൊ ഫേവറബിൾ ഔട്ട്കം ഇതിൽ 26 ആണ്. ടോട്ടൽ ഔട്ട്കം ഏതാണ്? 52 ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബ്ലാക്ക് കാർഡ്? പ്രോബബിലിറ്റി ഓഫ് ഈവൻ എന്താണ്? ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം divided by total number of outcomes. Total number of outcomes. Okay. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 26. അതായത് 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ഇതാണ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയുണ്ട്? ടോട്ടൽ കാർഡ്സ് എത്ര? 52. 26/52. ഇപ്പൊ ആൻസർ എന്താണ്? 1/2. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് P of E1. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബ്ലാക്ക് കാർഡ്. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് എ ഫേസ് കാർഡ്. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് കാർഡ് ഡ്രോൺ ഈസ് എ ഫേസ് കാർഡ് കണ്ടുപിടിക്കണം. ഫേസ് കാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ കാർഡിന് അതിന്റെ ഫോട്ടോ രൂപം ഉണ്ടാക്കി. അതായത് ഇതൊക്കെയാണ് ജാക്കി ഉണ്ട്, കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്. അപ്പൊ എത്ര ഫേസ് കാർഡ്സ് ഉണ്ടാവും ഒരു ഷീറ്റിൽ? നമുക്കറിയാം ഒരു 52 കാർഡ്സിൽ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഡയമണ്ട്, ഹേർട്സ്, സ്പേഡ്, ക്ലയർ ഉണ്ട്. ഡയമണ്ടിൽ എത്ര ഫേസ് കാർഡ് ഉണ്ടായിരിക്കും? കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജാക്കി. ഹാർട്ട് ഇത് തന്നെ. കിങ്, ക്യൂന്, ജാക്കി. സ്പേഡിലും ഈ 3 ഉണ്ട്, ക്ലാവറിൽ ഈ 3 ഉണ്ട്. അപ്പൊ ഈ ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ട്? ഇതിൽ 3 3 എത്രയാ? 3+3+3+3 എത്രയാ? 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ടോട്ടല് 52 കാർഡ്സിന്റെ സെറ്റില് 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ഓരോന്നിലും 3 ഈച്ച് വെച്ചിട്ട്. അപ്പൊ ഇതാണ് എന്ത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എത്ര ഫേസ് കാർഡാണ് എന്നാണ്. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 12 ആണ്. 12 ഫേസ് കാർഡ് 12 ആണ്. ടോട്ടൽ ഔട്ട്കം എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം 52 കാർഡ്സ് ആണ്. ടോട്ടൽ എത്രയാണ്? 52 കാർഡ്സ് ആണ്. ഫേവറബിൾ ഔട്ട്കം 12. അപ്പോൾ നമുക്ക് ഇവന്റ് എന്താണ് ഇതില്? ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. അതാണ് ഇവന്റ്. ഇപ്പൊ ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. അപ്പൊ നോക്കാം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? ഇതിൽ ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് E1 എന്താണ് ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ എത്ര ഔട്ട്കംസ് ആണ് ഫേവറബിൾ ആയിട്ട്? നേരത്തെ പറഞ്ഞ 12 ഫേസ് കാർഡ്സ് ആണ്. ഫേസ് കാർഡിന്റെ കാര്യമല്ല ചോദിച്ചിരിക്കുന്നില്ല. അപ്പൊ 12 ആണ് ഫേവറബിൾ ഔട്ട്കംസ്. പിന്നെ ടോട്ടൽ എത്രയും 52. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ്. ആൻസർ എന്തായിരിക്കും? 3/50. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫേസ് കാർഡ് ഫ്രം 52 കാർഡ്സ്. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ the card drawn is a black face card.
അതായത് ബ്ലാക്ക് കളറുള്ള ഫേസ് കാർഡ് എത്രയൊക്കെ ഉണ്ട്, എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അതിൽ എടുക്കാനുള്ള പ്രോബിലിറ്റി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ട്, 12 ഫേസ് കാർഡ്. അപ്പോൾ ബ്ലാക്ക് കാർഡ് എത്ര ഉണ്ടാവും, ടോട്ടൽ എത്ര ഫേസ് കാർഡ് ഉണ്ട്, ടോട്ടൽ ഫേസ് കാർഡ് എത്രയുണ്ട് 12. ബ്ലാക്ക് കാർഡ്സ് എത്ര ഉണ്ടായിരിക്കും, എന്നാൽ കറക്റ്റ് ജസ്റ്റ് ഹാഫ് ആയിരിക്കും, അതായത് 6 ആയിരിക്കും ബ്ലാക്ക് ഫേസ് കാർഡ്സ്. അത്ര ഇതേപോലെ എഴുതി നോക്കിയാൽ മതി കിട്ടിയില്ലെങ്കിൽ. ബ്ലാക്ക് ഫേസ് കാർഡ്സ് ടോട്ടലി 6 ആയിരിക്കും, അതായത് റെഡും ബ്ലാക്കും ഈക്വൽ ആയിരിക്കും ഫേസ് കാർഡ്സ്. അപ്പോൾ റെഡ് 6 ആയിരിക്കും, ബ്ലാക്കും 6 ആയിരിക്കും. ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവന്റ് എന്നാണ് ഇതിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഫേസ് കാർഡ്, നമുക്കൊരു ബ്ലാക്ക് ഫേസ് കാർഡാണ് ആവശ്യം എടുക്കേണ്ടത്. അപ്പോൾ ബ്ലാക്ക് ഫേസ് കാർഡിന്റെ ഇതാണ് ഇവന്റ്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ എപ്പോഴും നമുക്കറിയാം 52 കാർഡ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 52 ഓൾവേസ് ആയിരിക്കും. ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്, 6 ആണ്. ബ്ലാക്ക് കാർഡ്സിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ടോട്ടൽ ഫേസ് കാർഡിന്റെ ഇതില്ല, നമ്മളിൽ ഓൺലി ബ്ലാക്ക് കാർഡ്സ് 6. ഇത് തന്നെയായിരിക്കും റെഡ് കാർഡ്സിന്റെ ഇപ്പോൾ കേസിൽ വരാം. അപ്പോൾ 6/52 ആണ് ആൻസർ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3/26. ഇതാണ് പ്രോബിലിറ്റി ഓഫ് P of E1 getting a black face card. ഓക്കെ, 10 ക്വസ്റ്റ്യൻ സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിപ്പോൾ ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ABC ഉണ്ടാവും, അതായത് 3 സബ് ക്വസ്റ്റ്യൻസ് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാനിതിൽ ഫസ്റ്റ് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത് A. If set A is given as what, ABC തന്നിട്ടുണ്ട്, then write the power set P of A. നമുക്ക് ഇതിന്റെ പവർ സെറ്റ് ആണ് എഴുതുന്നത്. പവർ സെറ്റ് വെച്ചാൽ എന്താണ്, നമുക്ക് പവർ സെറ്റ് എഴുതാം. ഇതിന്റെ പവർ സെറ്റ് എഴുതാം, നൾ സെറ്റ് പവർ സെറ്റ് ആണ്. അതായത് പവർ സെറ്റിൽ നമുക്ക് നൾ സെറ്റ് എഴുതാം, സെയിം സെറ്റ്സ് ഇറ്റ്സെൽഫ് എഴുതാം. അതായത് നൾ സെറ്റും ഒരു പവർ സെറ്റ് ആണ്. പിന്നെ ഈ സെയിം സെറ്റും ഒരു പവർ സെറ്റിൽ പെടും. പിന്നെ നമുക്കിത് സെപ്പറേറ്റ്ലി എഴുതാം, A B C. പിന്നെ ഇതൊക്കെ എഴുതാം, AB എഴുതാം, പിന്നെ BC എഴുതാം, AC എഴുതാം. ഇതാണ് പവർ സെറ്റ്. ഓക്കെ, ഇത് മൊത്തം പവർ സെറ്റ് വരും. പവർ സെറ്റ് നമ്മൾ നൾ സെറ്റ് എഴുതും, സെയിം സെറ്റ് എഴുതും, പിന്നെ സെപ്പറേറ്റ് എല്ലാ എലമെന്റ്സ് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്ത് എഴുതും. പിന്നെ ഇതിന്റെ ഗ്രൂപ്പുകൾ എഴുതും, AB എഴുതും, BC എഴുതും, AC എഴുതും. പിന്നെ ABC ഓൾറെഡി എഴുതണ്ട. അപ്പം മൊത്തത്തിൽ ഇത്രയും പവർ സെറ്റാണ് വരിക പവർ സെറ്റിൻ്റെ ഉള്ളിൽ. ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ABC എഴുതിയോ, അപ്പോൾ ABC അപ്പം നമുക്ക് CAB എഴുതിക്കൂടെ, അതുപോലെ BAC എഴുതിക്കൂടെ എന്നൊക്കെ ചോദിക്കും. ഒക്കെ വേറെ സെറ്റാക്കി എഴുതിക്കൂടെ. പക്ഷെ ഇതൊക്കെ ഒന്നും എഴുതാൻ പറ്റും, കാരണം ഇതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. ഇതിൽ ഒരെണ്ണം എഴുതും, കാരണം ഇത് ഈക്വൽ സെറ്റ്സ് ആണ്. കാരണം ഇതിൽ ഈക്വൽ സെറ്റ്സ് എന്താണ്, എലമെന്റ്സ് സെയിം എലമെന്റ്സ് ഇതിലുണ്ടെങ്കിൽ A ഉണ്ട് B ഉണ്ട് C ഉണ്ട് അതുണ്ടെങ്കിൽ അതൊക്കെ ഈക്വൽ സെറ്റ്സ്. അപ്പോൾ ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഓർഡറിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഇത് എഴുതിയില്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ABC പകരം BA എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, AB അല്ലെങ്കിൽ BA എഴുതിയാൽ മതി. ഈക്വൽ ആയാലും നമ്മൾ രണ്ടും ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാംസിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, എത്ര എലമെന്റ്സ് ഉണ്ട് അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. If the number of subsets with the 2 elements of set P is 10, അതായത് സെറ്റ് Pയിലെ എലമെന്റ്സിന്റെ സബ്സെറ്റുകൾ 2 എലമെന്റ്സ് വെച്ചുള്ള സബ്സെറ്റുകൾ ഉണ്ടാവും. അതിന്റെ നമ്പേഴ്സ് 10 സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ സബ്സെറ്റിന്റെ നമ്പർ തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, then find the total number of elements in set P. Pയുടെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. സബ്സെറ്റിന്റെ നമ്പർ തന്നിട്ടുണ്ട്, ടോട്ടല് 10 സബ്സെറ്റ്സ് തന്നിട്ടുണ്ട്, നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് Pയിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഫോർമുല എന്താണ്, അതിൽ ഈസി ഫോർമുല NC2. ഓക്കെ, എന്താണ് ഫോർമുല, NC2 = എത്ര തന്നിട്ടുണ്ട് നമുക്ക് 10. ഇതാണ് ഫോർമുല, സബ്സെറ്റ്സിന്റെ ഫോർമുല ഇതാണ്. എത്ര സബ്സെറ്റ് ഉണ്ട്, ഇതാണ് 10. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് P. പിന്നെ നമ്മൾ NC2 ആണ്, 2 ടൈം N × N-1 ഡിവൈഡഡ് ബൈ 2 = 10. അപ്പോൾ N × N-1 എന്താണ്, 10 × 2 ഇങ്ങോട്ട് കൊണ്ട്. അപ്പോൾ N × N-1 = 20. അപ്പോൾ N × N-, ഈ 20 N × N- ഫോർമുല എങ്ങനെ എഴുതും, നമ്മൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഈസി ഫോമാണ്. ഇങ്ങനെ എഴുതാം, 20 എന്താണ്, 5 × 4 ആണ് 20 അല്ലേ. നമുക്കിത് എങ്ങനെ എഴുതാം, 5 × 4 എഴുതാം, 5 - 1 ആയിട്ട് എഴുതാം അല്ലേ.
ഇതിന് n എന്താണെന്ന് മനസ്സിലാക്കാം. n എന്താണെങ്കിൽ n equal to 5. അപ്പോൾ ഇതാണ് 3, n equal to 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് P എന്താണ്? 5 ആണ്. Therefore number of elements in set P എത്രയാണ്? 5. ഓക്കെ. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ സബ്സെറ്റ്സിന് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കുക? ഇക്വേഷനാണ് NCT is equal to എത്ര സബ്സെറ്റ് ഉണ്ട് അത് എഴുതുക. എന്നിട്ട് നമ്മൾ n-ന്റെ വാല്യൂ ജസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസിൽ വല്ല ഡൗട്ട് എന്തെങ്കിലും വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.